MSC പാൽമറ കപ്പൽ തടഞ്ഞുവെക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. കേരള തീരത്തെ കപ്പൽ അപകടത്തെ തുടർന്നാണ് നടപടി. ബോട്ടുടമകൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായകമായ ഉത്തരവ് ഉണ്ടാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, എന്തൊക്കെയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം? വിഷ്ണു, നേരത്തെ തന്നെ MSC എൽസ 3 കപ്പലപകടവുമായി ബന്ധപ്പെട്ട് ആ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ വിവിധ കപ്പലുകൾ അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. സമാനമായിട്ടുള്ള ഒരു ഇടക്കാല ഉത്തരവ് തന്നെയാണ് ഇന്നും ഹൈക്കോടതി പുറത്തിറക്കിയിട്ടുള്ളത്. MSCയുടെ തന്നെ പലർമോ എന്ന് പറയുന്ന കപ്പലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനായിട്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിലവിൽ വിഴിഞ്ഞം പോർട്ട് ട്രസ്റ്റ് അധികൃതർക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വിവിധ ബോട്ടുടമകൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് MSC എൽസ 3 കപ്പലപകടവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നഷ്ടം മത്സ്യബന്ധന മേഖലയ്ക്ക് ഒന്നാകെ ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു നഷ്ടം നികത്താനായിട്ട് ഇതുവരെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് സാധിച്ചിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന MSCയുടെ കപ്പൽ അറസ്റ്റ് ചെയ്ത് ഉത്തരവിടണമെന്നുള്ളതായിരുന്നു ഹൈക്കോടതിയിൽ ബോട്ടുടമകൾ നൽകിയ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നിലവിൽ ഹൈക്കോടതി ഈ MSC പലർമോ എന്ന് പറയുന്ന കപ്പൽ അറസ്റ്റ് ചെയ്യാനായിട്ട് ഉത്തരവിട്ടിരിക്കുന്നത്. ഈ തുക, അതായത് നഷ്ടപരിഹാര തുക കെട്ടിവെച്ചതിന് ശേഷം വിട്ടുകൊടുക്കാമെന്നുള്ള ഒരു നിലപാടാണ് ഹൈക്കോടതി നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെ MSCയുടെ തന്നെ അക്കിറ്റേറ്റ എന്ന് പറയുന്ന കപ്പലും അറസ്റ്റ് ചെയ്തിരുന്നു. അത് പക്ഷേ പിന്നീട് നഷ്ടപരിഹാര തുക രജിസ്ട്രിയിൽ കെട്ടിവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിട്ടുകൊടുക്കുകയും ചെയ്തു. സമാനമായിട്ടുള്ള നടപടിക്രമങ്ങൾ മാത്രമായിരിക്കും MSC പലർമോ എന്ന കപ്പലിന്റെ ആ ഒരു അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിന്മേലും തുടർന്നുകൊണ്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുക. എന്തായാലും തുടർ നടപടികളിൽ സ്വാഭാവികമായിട്ടും ഈ നഷ്ടപരിഹാര തുക രജിസ്ട്രിയിലടക്കം കെട്ടിവെക്കേണ്ടതുണ്ട്. നേരത്തെ ഈ MSC എൽസ 3 കപ്പലപകടവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു സത്യവാങ്മൂലം മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി നൽകിയിരുന്നു. അതിലടക്കം നഷ്ടപരിഹാര തുക, സംസ്ഥാന സർക്കാർ ചോദിച്ചിട്ടുള്ള നഷ്ടപരിഹാര തുക കൂടുതലാണെന്നുള്ള ഒരു നിലപാടായിരുന്നു കമ്പനി അധികൃതർ മുന്നോട്ട് വെച്ചത്. അതിനിടയിൽ തന്നെയാണ് ബോട്ടുടമകൾ കൂടി ഈ ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട്, അതായത് ഈ കനത്ത നഷ്ടം മത്സ്യബന്ധന മേഖലയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, നഷ്ടപരിഹാരം ഇക്കാര്യത്തിൽ അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹർജി നൽകിയത്. എന്തായാലും താൽക്കാലിക നടപടി എന്നുള്ള രീതിയിലാണ് MSCയുടെ, അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ തന്നെ പലർമോ എന്ന കപ്പൽ അറസ്റ്റ് ചെയ്യാനായിട്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടിരിക്കുന്നത്. വിഴിഞ്ഞം പോർട്ട് ട്രസ്റ്റ് അധികൃതരോട് ഈ കപ്പൽ വിടരുത് എന്നുള്ള നിർദ്ദേശം നിലവിൽ കോടതി നൽകിയിരിക്കുകയാണ്. ശരി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.